ഇത് നമ്മുടെ നാടൻ കുടംപുളിയാണ് കേട്ടോ. നമ്മുടെ ഇടുക്കി കോട്ടയം ഭാഗത്തേക്കൊക്കെ നമ്മൾ മീൻ കറിയൊക്കെ വെക്കുമ്പോഴത്തേനും നല്ല നാടൻ കുടംപുളിയൊക്കെ ഇട്ടിട്ടാണ് മീൻ കറി വെക്കുന്നത് കൂടുതലും. ഇപ്പം ഞാൻ കറൻ്റ് ട്രിവാൻഡ്രത്താണ്. ഇവിടേക്ക് വരുമ്പോഴത്തേനും കൂടുതലും വാളംപുളിയൊക്കെ ഇട്ടിട്ടാണ് മീൻ കറി വെക്കുന്നത്. എങ്കിലും കുടംപുളി ഇട്ട് വെക്കുന്ന മീൻ കറിക്ക് ഒരു പ്രത്യേകതരം ടേസ്റ്റാണല്ലോ. അതിനകത്ത് ആ പുളിയൊക്കെ പിടിച്ച് കഴിയുമ്പോഴത്തേനും പിറ്റേന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കുടംപുളി ഇട്ടൊക്കെ റെഗുലറായിട്ട് മീനൊക്കെ കറി വെക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് ഒരുപാട് കുടംപുളി വേണ്ടി വരും അല്ലേ. നമ്മുടെയൊക്കെ വീട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുളിയുള്ള സമയത്ത് ആ പുളിയെല്ലാം പറിച്ച് നന്നായിട്ട് കീറി അതിനകത്ത് കുരുവൊക്കെ കളഞ്ഞിട്ട് അടുപ്പിൻ്റെ പാത്രത്തിലിട്ടാണ് നേരത്തെയൊക്കെ ഉണക്കിക്കൊണ്ടിരുന്നത്. പിന്നീട് അത് വെയിലത്തൊക്കെ വെച്ച് ഉണക്കാൻ തുടങ്ങി. അങ്ങനെ ഉണക്കി ആ പുളി ഉപ്പൊക്കെ ഇട്ട് കല്ലുപ്പൊക്കെ ഇട്ട് ഭരണിയിൽ സൂക്ഷിച്ച് വെക്കുക. അത് നമുക്ക് ഏകദേശം ഒരു വർഷത്തോളം ഉപയോഗിക്കാൻ പറ്റും. പിന്നെ കുടംപുളിയുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നത് എത്രത്തോളം പഴകുന്നോ അതനുസരിച്ചിട്ട് അതിനകത്ത് പുളി കൂടുതലായിട്ട് ഊറി വരും. അപ്പോൾ നമുക്ക് ഈ വർഷത്തെ പുളി ശരിക്കും നമ്മുടെയൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന അടുത്ത വർഷമാണ്. ആ സമയത്താണ് അതിന് നല്ല പുളി കിട്ടുക. അപ്പോൾ അങ്ങനെ പുളി നമ്മുടെയൊക്കെ വീട്ടിൽ ശേഖരിച്ച് വയ്ക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ ഉണക്കിയെടുത്ത കുടംപുളിയാണ്. അപ്പോൾ ഇത് നമുക്ക് സെയിലുണ്ട് കേട്ടോ. ഇത് പെർ kg മിനിമം 1 kg എങ്കിലും ഇപ്പോൾ കൊറിയറൊക്കെ അയക്കേണ്ട കേസാണെന്നുണ്ടെങ്കിൽ മിനിമം 1 kg ഒക്കെ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാഭമായിരിക്കും. ഇത് നല്ല നാടൻ പുളിയാണ്. അതിനകത്ത് വലിയ ചുളകളാണ് ആ പുളിയിൽ വരുന്നത്. അത്യാവശ്യം വലിയ പുളിയായിരുന്നു നമ്മൾ പറിച്ചുണങ്ങിയ സമയത്ത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോന്നൊക്കെ ആയിട്ടാണെങ്കിൽ അല്ലെങ്കിൽ അത് കീറിയിട്ടൊക്കെ ആണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അത്യാവശ്യം നല്ല പുളിയുള്ളതാണ്. ഇത് നമ്മൾ കല്ലുപ്പിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന സമയത്തായാലും നിങ്ങൾക്കിത് കല്ലുപ്പൊക്കെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഈ പുളി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കുടംപുളിയൊക്കെ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊറിയർ അയച്ച് തരുന്നതാണ്. നിങ്ങൾക്ക് ഏത് സർവീസിൽ വേണമെങ്കിലും പോസ്റ്റ് സർവീസിൽ വേണമെങ്കിൽ അതേപോലെ തന്നെ DTDC വേണമെങ്കിൽ നമുക്ക് കൊറിയർ ചെയ്യാൻ പറ്റുന്നതാണ്.